കാലം 54 മണിക്കൂർ രാഹുൽ ഗാന്ധിയെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ പറ്റി ചോദ്യം ചെയ്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ച് അത് കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ SFIയുടെ ജില്ലാ നേതൃത്വം, വയനാട് ജില്ലാ നേതൃത്വം ഇത്തരമൊരു ജാഥ നടത്തുന്നത് ആരുടെ അറിവോട് കൂടിയിട്ടാണ്? അറിവില്ലായ്മയോട് കൂടിയിട്ടാണ്. DYSP ആയിരുന്നു സസ്പെൻഡ് ചെയ്തതായിട്ട് ഞാൻ കണ്ടു. ഒരു DYSP ലെവലിലെ ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിട്ടും 1.5 മണിക്കൂർ നേരം ഈ SFI ഗുണ്ടകൾ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിനകത്ത് താണ്ഡവമാണ്. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇടയിൽ ചെറിയ സാങ്കേതിക തടസ്സമുണ്ടായതാണ്. അദ്ദേഹം ഈ വിഷയത്തിലുള്ള പ്രതികരണമാണ് പ്രധാനമായും നടത്തിക്കൊണ്ടിരുന്നത്. അതിലേക്ക് തന്നെ പോലീസിന്റെ സംരക്ഷണം ഒരുക്കിയിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു. നരേന്ദ്രമോദിയുടെ കൊട്ടേഷൻ ഗാങ്ങായിട്ടാണോ SFIയെ CPM കേരളത്തിൽ വളർത്തുന്നത്? ഇതല്ല തെളിയിക്കുന്നത് കൃത്യമായിട്ടും. മോഡി ഡൽഹിയിൽ നടത്തുന്ന അതേ പീഡന ശ്രമം ഇവിടെ രാഹുൽ ഗാന്ധിക്കെതിരെ SFIയെ കൊണ്ട് CPM നടത്തിക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ ഇക്കാര്യത്തിൽ ഇത് വ്യക്തമായിട്ടുള്ള ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ഉന്നതരായ നേതാക്കളുടെ അറിവില്ലാതെ ഇത്തരമൊരു സംഭവം നടക്കില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ, DYSP അടക്കമുള്ള ആളുകൾ നടപടി എടുക്കുമായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ ഇവിടെ ആലപ്പുഴ ഓഫീസിലേക്ക് എത്ര മാർച്ച് നടന്നിട്ടുണ്ട്? ഇവിടെ ആരെങ്കിലും വിടാറുണ്ടോ? ഇവിടത്തേക്ക് ആരെങ്കിലും സമ്മതിക്കാറുണ്ടോ? വഴിക്ക് വെച്ച് അവിടെ പഴവീട് ജംഗ്ഷനിൽ വെച്ചല്ലേ തടയാറുള്ളത്? അത് മന്ത്രിമാരുടെ വീട്ടിലായാലും മുഖ്യമന്ത്രിയുടെ വീട്ടിലായാലും അവരെ നേരിട്ട് കടന്നു വിടാൻ പോലീസ് എങ്ങനെ സമ്മതിക്കും? 2:30 മണിക്ക് ഞങ്ങളുടെ വയനാട് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ വിളിച്ച് പോലീസ് പറയുകയാണ്, നിങ്ങളുടെ അവിടത്തേക്ക് ഒരു മാർച്ച് വരുന്നുണ്ട്. 3 മണിക്കാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ പോലീസ് മാർച്ച് തടയണ്ടേ? അപ്പോൾ ഇതെല്ലാം ആരും ആലോചിക്കാതെ ഉണ്ടായ സംഭവമാണെന്ന് ധരിക്കാൻ ഞങ്ങളുടെ വിഡ്ഢികളാണോ? DYSP എടുത്തതിനെതിരെ നടപടിയെടുത്ത് ഇന്നലെ ഉണ്ടായിട്ടുള്ള ജനരോഷവും രാജ്യവ്യാപകമായിട്ട്, കേരളത്തിൽ മാത്രമല്ല രാജ്യവ്യാപകമായിട്ടുള്ള ഈ ഒരു പ്രതിഷേധത്തിൽ നിന്നും തലയൂരാൻ വേണ്ടി നടത്തിയ നടപടി അത്രത്തോളം നല്ലത്. ഓക്കെ, പക്ഷെ അവിടെ ചേരുന്നില്ലല്ലോ ചോദ്യങ്ങൾ. SFIക്കെതിരെ എന്ത് നടപടിയെടുത്തവർ? ഇതെല്ലാം ചെയ്ത് SFIയുടെ ജില്ലാ നേതൃത്വം ഇതിലിപ്പോൾ വിശദീകരണം ചോദിക്കും, അവരുടെ മറുപടി കിട്ടും, മറുപടി കിട്ടിക്കഴിഞ്ഞാൽ നടപടി എടുക്കുന്നൊക്കെയാണ് ഞാൻ കണ്ടത്. വ്യക്തമല്ലേ? വിഷ്വൽസിൽ നിന്ന് വ്യക്തമല്ലേ? പാർട്ടി നേതൃത്വം തള്ളിപ്പറയാതിരിക്കാൻ എങ്ങനെ പറ്റും ഷാജാനെ? കേരളവും ഇന്ത്യയും മുഴുവൻ ഈ സംഭവത്തെ അപലപിക്കുകയും CPM ടോട്ടലി പ്രതിക്കൂട്ടിലാവുകയും ചെയ്തപ്പോൾ അതിൽ നിന്ന് തലയൂരാൻ വേണ്ടി തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും. തള്ളിക്കളഞ്ഞത് ഞാൻ ലഘുവായി കാണുന്നില്ല. പക്ഷെ തള്ളിക്കളയുന്നതല്ലല്ലോ കാര്യം, മീഡിയയിലൂടെ പറയുന്നതല്ലല്ലോ കാര്യം, ആക്ഷനിലല്ലേ കാര്യം. ഇത് ചെയ്ത SFIക്കെതിരെ എന്ത് CPM നടപടിയെടുത്തു? അതെ, തള്ളിക്കളഞ്ഞിട്ടുണ്ട്, അനുകൂലിക്കുന്നില്ല എന്നൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലൂടെയല്ല അത് കാണിക്കേണ്ടത്, നടപടിയിലൂടെയാണ് കാണിക്കേണ്ടത്. DYSP മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്, വയനാട് SP ഉണ്ടായിരുന്നു. ഞാൻ SP-യോട് സംസാരിച്ചിരുന്നു. 4:30 മണിക്ക് ഞാൻ SP-യോട് സംസാരിച്ചിരുന്നു. അപ്പോൾ SP നടപടിയെടുക്കാൻ ആ സമയത്തും അത് കഴിഞ്ഞിട്ട് 1/2 മണിക്കൂർ അവിടെ താണ്ഡവം നടത്തുമായിരുന്നു. അപ്പോൾ ഒരു DYSP ലെവലിൽ ഉദ്യോഗസ്ഥന് മാത്രം ഒതുങ്ങുന്നതാണെന്ന് ഞാനതുകൊണ്ടാണ് ചോദിച്ചത്. DYSP ഉത്തരവാദപ്പെട്ട DYSP ഉണ്ടായിട്ടും ആ DYSPക്ക് ആക്ട് ചെയ്യാൻ പറ്റാതെ എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല? തീർച്ചയായിട്ടും സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നു. എംപവേർഡ് കമ്മിറ്റിക്കും അതുപോലെ മിനിസ്ട്രി ഓഫ് എൻവയറൺമെൻറ്റ് ഫോറസ്റ്റിനും ഇതിനകത്ത് എന്തെങ്കിലും വ്യതിയാനം വേണമെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ട് പരാതി കൊടുക്കണം. ഇതാണ് സുപ്രീം കോടതിയുടെ വിധി. ഇത് കണ്ട ഉടനെ രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിക്ക് കത്തെഴുതി. ആ കത്തിൻ്റെ കോപ്പി ഇന്നലെ എല്ലാവർക്കും വിതരണം ചെയ്തിട്ട് ഞങ്ങൾ വളരെ സ്നേഹത്തോടെ കത്തെഴുതി. ഇക്കാര്യത്തിൽ ഇനി അങ്ങയുടെ കയ്യിലാണ് പന്തിരിക്കുന്നത്, അതുകൊണ്ട് നടപടി എടുക്കണം. അതുകൂടാതെ അതിനൊരു ബലം കൊടുക്കാൻ അദ്ദേഹം മിനിഞ്ഞാന്ന് വൈകുന്നേരം പ്രധാനമന്ത്രിക്കും കത്തെഴുതി. പിന്നെ ഈ വിഷയത്തിൽ, ഇല്ലാത്തൊരു വിഷയത്തിൽ MP-യുടെ നേരെ ആക്രമണം നടത്തേണ്ട കാര്യം എന്താ? മനസ്സിലാവുന്നില്ല. ഇത് കുട്ടികളെ കൊണ്ട് ചുടിയോറ് വാരിപ്പിക്കുന്ന പണിയല്ലേ നടത്തിയിരിക്കുന്നത് CPM. ആർക്ക് വേണ്ടിയിട്ടാണ്? മോഡിയെ സൂപ്പിക്കാൻ. ഇത് ക്ലിയറാണ്. രാജ്യവ്യാപകമായി കോൺഗ്രസ് കഴിഞ്ഞ ഒരു 10 ദിവസക്കാലത്തോളമായി നടത്തുന്ന സഹന സമരം നിങ്ങൾക്കറിയാം.
ഒരു കാരണവുമില്ലാതെ ഒരു തെറ്റും ചെയ്യാത്ത ഒരു നേതാവിനെ 54 മണിക്കൂറിട്ട് പരമാവധി മാനസികമായിട്ടും ശാരീരികമായും പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരു ഗവൺമെൻറ്റും കേന്ദ്ര സർക്കാരും ഒരു ഫാസിസ്റ്റ് പ്രധാനമന്ത്രിയും രാജ്യത്തുണ്ട്. അവർക്ക് തണലേകുന്ന മോഡി അവിടെ നിർത്തിയപ്പോൾ പിണറായി ഇവിടെ തുടങ്ങുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി? ഇത് മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നതല്ല. അങ്ങനെ DYSP ലെവലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അവിടെ നേരിട്ട് നേതൃത്വം കൊടുത്തിട്ടും MP-യുടെ ഓഫീസിലേക്ക് എങ്ങനെ മാർച്ച് അനുവദിച്ചു? ഓഫീസിനകത്തേക്ക് എന്ത് നടപടിയെടുത്തു? ഇതിനൊന്നും മറുപടി പറയാൻ അവർക്കില്ലേ? അപ്പോൾ അവർക്ക് പല അജണ്ടയുണ്ട്. കേരളത്തിലെ CPM-ന് പല അജണ്ടകളുണ്ട്. അവർ പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ളതാവാം. അതോടൊപ്പം കേന്ദ്ര സർക്കാരിനെ ഒന്ന് സന്തോഷിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാകാം. അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസ്സിലെ, ഇന്ത്യയിലെ കോൺഗ്രസ്സിന് ഏറ്റവും വേദന ഉണ്ടാക്കിയ സംഭവമാണ് ഈ സംഭവം. ഞങ്ങളുടെ ഏറ്റവും ഉന്നതനായ നേതാവിൻ്റെ ഓഫീസിനെതിരെ ഉണ്ടായിട്ടുള്ള നഗ്നമായിട്ടുള്ള താണ്ഡവ നൃത്തം അതാടുന്നുണ്ടായിരുന്നത്. 1.5 മണിക്കൂറോളം ആ ഓഫീസിനകത്ത് കയറിക്കൊണ്ട്, അത് മാത്രമല്ല മഹാത്മാഗാന്ധിയുടെ ചിത്രം എന്ത് പഴിച്ചു. ഇവർക്ക് എപ്പോൾ കിട്ടിയാലും ഇപ്പോൾ ഗാന്ധിയോടാണ് വിരോധം CPM-ന്. ഇത് RSSൻ്റെ അതേ സ്വഭാവമാണല്ലോ. ഗോഡ്സെ വാഴ്ത്തുകയും ഗാന്ധിയെ നിന്ദിക്കുകയും ചെയ്യുന്ന RSSൻ്റെ പരിപാടി കേരളത്തിൽ. ഇപ്പം ഞാൻ കണ്ടു, പാർട്ടി ഓഫീസ് ആക്രമിക്കുമ്പോൾ, വയനാട്ടിലെ ഓഫീസ് ആക്രമിക്കുമ്പോൾ ആദ്യം പിടിക്കുന്നത് ഗാന്ധിയുടെ ചിത്രത്തിന് നേരെയാണ്. അപ്പോൾ RSSൻ്റെ ഗാന്ധി വിരോധം CPM-ലേക്ക് പടരുകയാണ്. അപ്പോൾ RSS ഐഡിയോളജിയിലേക്ക് ക്രമേണ കേരളത്തിലെ CPM-നെ കൊണ്ടുപോകാണ് ഇവർ ചെയ്യുന്നത്. ഇതിനെ ഞങ്ങൾ ശക്തമായ ഭാഷയിൽ പ്രതിഷേധിക്കുകയാണ്. ജനാധിപത്യ വിശ്വാസികളും ഇതിൽ അണിചേരണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഞാൻ വീണ്ടും പറഞ്ഞല്ലോ റോയ്, ഇതിനകത്ത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം കൃത്യമാണ്. ഒരു DYSP, ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം താങ്കൾ മനസ്സിലാക്കുന്നില്ല. ഒരു MP ഓഫീസിലേക്ക്, ഒരു MLA ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ പോലീസ് അനുവദിക്കുമോ? സാധാരണ ഒരു MLA-യുടെ ഓഫീസിലേക്ക് 500 മീറ്ററിനപ്പുറം തടയില്ലേ? ഇതവർക്ക് നേരത്തെ വിവരം ഉണ്ടായിട്ട് ആ വിവരം ഞങ്ങളുടെ ഓഫീസിനെ അറിയിച്ചിട്ട് 2:30 മണിക്ക് പോലീസ് തടഞ്ഞില്ല. അവിടെ അതും സാധാരണ ഒരു SI അല്ല ഉണ്ടായത്, ഒരു DYSP ലെവലുള്ള ഓഫീസർ. അപ്പോൾ DYSP ലെവൽ ഓഫീസർ ഒന്നുകിൽ അയാൾക്ക് ആക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല? ആരാണ് അയാളെ തടഞ്ഞത് ആക്ട് ചെയ്യുന്നതിൽ നിന്നും? ഒരു DYSP-യെയും സൂപ്രണ്ട് ഓഫ് പോലീസിനെയും സാധാരണക്കാർക്ക് തടയാൻ പറ്റുമോ? പിന്നെ പാർട്ടി ലീഡർഷിപ്പ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? ഇതിപ്പം ഇത്രയും വലിയ ജനരോഷവും പ്രതിഷേധവും ഉണ്ടായപ്പോൾ അതിന് തലയൂരാൻ വേണ്ടിയിട്ടുള്ള വിദ്യ, കൺകെട്ട് വിദ്യ അല്ലാതെ വേറെന്താ? അത്രയേ ഉള്ളൂ.